മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് 3 മാസമായി ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭിക്ഷയെടുക്കൽ സമരം. മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഈ ഭിക്ഷയെടുക്കൽ സമരം. വിവരങ്ങളുമായി ശാന്തകുമാർ ചെയ്യുന്നുണ്ട്. ശാന്തകുമാർ, ഇവർ ഈ ഭിക്ഷയെടുത്ത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ശമ്പളം കൊടുക്കാനാണോ? തീർച്ചയായും അത് തന്നെയാണ് അവരുടെ സമര രീതിയിൽ ഇപ്പോൾ പറയുന്നത്. കാരണം കഴിഞ്ഞ 3 മാസമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല. ഇതിലെ ചില സാങ്കേതിക തർക്കങ്ങളെല്ലാം നിലനിൽക്കുന്നുമുണ്ട്. അതാണ് ഇപ്പോൾ ഈ ഓണക്കാലമായിട്ടും ഇത്തരത്തിൽ ശമ്പളം നൽകാൻ സർക്കാർ ശ്രമിക്കാത്തതാണ് ഇപ്പോൾ ഒരു പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത്. ഇത് ഈ ഭിക്ഷാടനം നടത്തി ലഭിക്കുന്ന പണം പൂർണ്ണമായും ഈ ജീവനക്കാർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ അവർ ഒരു പ്രതീകാത്മക ഒരു കൈവിലങ്ങ് അണിഞ്ഞാണ് ഒരു പ്രതിഷേധ സമരം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വന്നപ്പോൾ ജീവനക്കാർ എത്തി ശമ്പളം ചോദിച്ചിരുന്നു. അത് വലിയ അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യത്തിലെത്തി. അതിനെതിരെ കണ്ടാലറിയാവുന്ന 20-ലധികം താൽക്കാലിക ജീവനക്കാരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ പരാതിയിലായിരുന്നു കേസെടുത്തത്. അത് പ്രതിഷേധവും കൂടിയാണ് ഇപ്പോൾ ഈ ഭിക്ഷാടന സമരത്തിനോടൊപ്പം തന്നെ ഉള്ളത്. അങ്ങനെ കൈവിലങ്ങണിഞ്ഞ് ഭിക്ഷാടനം നടത്തി ലഭിക്കുന്ന പണം പരിപൂർണമായി ഈ ജീവനക്കാർക്ക് നൽകാനാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലുള്ള കടകളിലൂടെയും സമീപത്ത് വരുന്ന ആളുകളിൽ നിന്നുമെല്ലാം പണം സ്വീകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതീകാത്മക സമരം നടന്നത്.